കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് സൈബർ യുഗത്തിൽ അപകടകരമാണെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ NIC സംഘടിപ്പിച്ച സുരക്ഷിത ഇന്റർനെറ്റ് ജില്ലാതല ട്രെയിനിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. സൈബർ ക്രിമിനലുകൾ ടെക്നോ സ്മാർട്ടാണ്. സൈബർ ക്രൈമുകളിൽ റിസർച്ച് ചെയ്യുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ വരെയുണ്ട്. ഇക്കാലത്ത് ഇന്റർനെറ്റ് അവബോധവും സുരക്ഷയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലാകുന്നത് 19നും 20നും ഇടയിലുള്ള കുട്ടികളാണെന്നും കളക്ടർ പറഞ്ഞു. സ്വകാര്യ വ്യക്തിക്കെതിരെ അഭിപ്രായം പറഞ്ഞാൽ പക്ഷെ അത് അവരെ ബാധിക്കില്ലേ എന്ന് പലരും ആലോചിക്കും. കാരണം ഒരു സ്വകാര്യ വ്യക്തിക്കെതിരായിട്ട് അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിൽ അദ്ദേഹം എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലോ ആ ബിസിനസ്സിനെ നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ അയാളെ നിലനിൽപ്പ് നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം ഇത്രയധികം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് റിയലായിട്ടുള്ള കാര്യങ്ങളല്ല. അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റൊരാളെ പറ്റി അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും നിയമപരമായിട്ട് എന്തഭിപ്രായം, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്തഭിപ്രായവും പറയാമെന്ന് വിചാരിക്കുന്നതും ഇപ്പോൾ ഈ സൈബർ യുഗത്തിലെ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും എന്ത് തരത്തിൽ നമ്മൾ മറ്റ് പറയുന്നത് പോലെ തന്നെ വളരെ അപകടകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സൈബർ ഫ്രോഡ്സിന് നമ്മളിൽ പലരും വിധേയരാകുന്ന, അറിഞ്ഞുമറിയാതെ ചെറിയ ഫ്രോഡുകൾക്കും അല്ലെങ്കിൽ വലിയ ഫ്രോഡുകൾ ഒക്കെ വിധേയരാകുന്നു. ചെറിയ ഫ്രോഡിനൊക്കെയാണെങ്കിൽ ആൾക്കാർ പിന്നെ പരാതി പറയാനും പോകാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ എത്രയോ അധികം ക്രൈംസും സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട്. പലരും അതിൻ്റെ ഒരു നാണക്കേടുണ്ടാവും. ചിലർക്ക് പൈസ പോയാലും ഇങ്ങനെ ഒരു മാന്യനായ വ്യക്തിക്ക് മറ്റൊരാൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പരാതി പറയാനുള്ളത്. പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സുരക്ഷിത ഉപയോഗവും എന്ന വിഷയത്തിൽ മലപ്പുറം സൈബർ സെൽ ഇൻസ്പെക്ടർ ബിജു കെ പട്ടത്ത് ക്ലാസ് എടുത്തു. AI ടൂളുകൾ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ശക്തമായ പാസ്വേഡുകൾ സെറ്റ് ചെയ്യാനും കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള പാരന്റൽ കൺട്രോൾ സംവിധാനവും അദ്ദേഹം വിശദീകരിച്ചു. ഫെബ്രുവരിയിലെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായി ആചരിക്കുന്നത്. NIC ഓഫീസർ സഹന, NIC സ്റ്റാഫുകൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.